സാർ പഠിക്കാനിരിക്കുമ്പോൾ ഫോക്കസ് കിട്ടുന്നില്ല, എന്ത് ചെയ്യും? ഈ ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. മക്കളെ, വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു ഇമ്പോർട്ടൻറ്റ് അനൗൺസ്മെൻറ്റ് പറയാനുണ്ട്. നാളെ ഞായറാഴ്ച ഈ സമയം നമ്മുടെ ചാനലിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ലൈവ് ഉണ്ട്. അതായത് നമ്മുടെ ഈ കംപ്ലീറ്റ് ഇയർ നമ്മൾ എങ്ങനെ പഠിക്കണം എന്നുള്ള ഒരു അടിപൊളി ടൈം ലൈൻ ഉണ്ടാക്കിയിട്ട്, ഒരു അടിപൊളി ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ അലൻ സാർ വരുന്നതായിരിക്കും. സോ ഒരു കാരണവശാലും ഈ ലൈവ് മിസ് ചെയ്യരുത്. ഇനി നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. മക്കളെ, നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങളെല്ലാവരും ഫേസ് ചെയ്തിട്ടുള്ള ഒരു പ്രശ്നമായിരിക്കും. അതായത് പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അല്ലേ, പരീക്ഷയൊക്കെ ഉണ്ട്, അതൊക്കെ ബോധമൊക്കെ ഉണ്ട് പഠിക്കണം എന്നൊക്കെ. പക്ഷേ പഠിക്കാൻ ഇരുന്ന് കഴിയുമ്പോൾ മെല്ലെ മെല്ലെ എന്താണ്, ആദ്യമൊക്കെ ഒരു ഉഷാറുണ്ടോ 5 മിനിറ്റിൽ, പക്ഷേ പിന്നീട് എന്താണ് ഫോൺ നോക്കാൻ തുടങ്ങും. ഇനി ഫോൺ ഇല്ലെങ്കിൽ പോലും ഒരു വെപ്രാളാണ്, ഒരു ഫോക്കസ് കിട്ടുന്നില്ല, പഠിക്കാൻ തോന്നുന്നില്ല, മൂഡ് കിട്ടുന്നില്ല, പിന്നെ എന്തെങ്കിലും കഴിക്കാനോ നടക്കാനോ എന്തെങ്കിലുമൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനാണ് തോന്നുക. ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ കുഴപ്പമില്ല, പഠിക്കുക എന്നുള്ളത് മാറ്റി ഒഴിച്ച് വേറെ എന്തെങ്കിലും ചെയ്യാൻ ഞാൻ റെഡിയാണ് എന്നുള്ളൊരവസ്ഥയിലേക്ക് പോകും. അപ്പോൾ ഇതിൻ്റെ ഒരു സൊല്യൂഷൻ എന്താണ് മക്കളെ? വളരെ സിമ്പിളാണ്. ഞാൻ പറയുന്ന കാര്യം വളരെ കൃത്യമായിട്ട് ഇനി മുതൽ ചെയ്തു നോക്കാൻ റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി ഫോക്കസിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല. കാരണം ഇത് വളരെ സയൻറ്റിഫിക്കായിട്ട് സ്റ്റഡി ചെയ്യപ്പെട്ട് സയൻറ്റിഫിക്കായിട്ട് പ്രൂവൺ, അതായത് പഠിക്കുന്ന കുട്ടികളിൽ സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്താണ് ഈ 2 കാര്യങ്ങൾ. ആ 2 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് പഠനത്തിൽ ഫോക്കസിൻ്റെ പ്രശ്നം ഒരിക്കലും വരാൻ പോകുന്നില്ല. അതിന് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ ഒബ്വിയസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഫോണും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ മാറ്റി വെക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ പഠനത്തിൻ്റെ ടേബിളിലെങ്കിലും ഫോൺ വെക്കാതിരിക്കാൻ ശ്രമിക്കുക. ടേബിളിൽ ഇരിക്കുക. ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ മൈൻഡിനെ അലേർട്ടാക്കണം. കാരണം നിങ്ങൾ അലേർട്ട് ആക്കാതെ നിങ്ങൾ പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അത് അതിൻ്റെ വഴിക്ക് പോകും. ഫസ്റ്റ് അലേർട്ട് ആക്കാൻ വേണ്ടി ചെയ്യേണ്ട ചെറിയൊരു എക്സസൈസ് ഞാൻ പറഞ്ഞുതരാം. വളരെ സിമ്പിൾ എക്സസൈസാണ്. നിങ്ങൾ ഭിത്തിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ടേബിളിൽ എന്തെങ്കിലും ഒരു സാധനം, ഫോർ എക്സാമ്പിൾ ഒരു പെന്നോ എന്തെങ്കിലും ഒരു സാധനം, നോട്ട്ബുക്കോ എന്തെങ്കിലും, അതിലേക്ക് സ്റ്റെയർ ചെയ്തുകൊണ്ടിരിക്കുക. കണ്ണ് ചിമ്മുന്നതിന് കുഴപ്പമില്ല, പക്ഷേ സ്റ്റെയർ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു 2 മിനിറ്റ് നേരമെങ്കിലും എന്ത് ചെയ്യുക, അതിൽ സ്റ്റെയർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ സ്റ്റെയർ ചെയ്യുമ്പോൾ നിങ്ങൾ നോർമലായിട്ട് ചെയ്താൽ മതി, ഭയങ്കര ഓവർ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നോക്കേണ്ട, പക്ഷേ അതിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. മാക്സിമം അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കി, വേറെ കാര്യങ്ങൾ ചിന്തിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. 2 മിനിറ്റ് നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ പഠിക്കാൻ നോക്കിക്കോ, നിങ്ങളുടെ പഠനത്തിൻ്റെ അലേർട്ട്നെസ്സിൻ്റെയും ഫോക്കസിൻ്റെ ലെവൽ വേറെ തന്നെയായിരിക്കും. വീണ്ടും ഇടയ്ക്ക് ഫോക്കസ് പോകുന്നു തോന്നുകയാണെങ്കിൽ വീണ്ടും ഇതൊന്ന് റിപ്പീറ്റ് ചെയ്യുക. ഒരു മിനിറ്റിനൊക്കെ റിപ്പീറ്റ് ചെയ്താൽ മതിയോ, നിങ്ങളുടെ ഫോക്കസ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ഇത് ഏറ്റവും ബേസിക് കാര്യമാണ്, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ കാര്യമാണ്, സയൻറ്റിഫിക്കലി പ്രൂവൺ ആണ്. രണ്ടാമത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം, നിങ്ങൾ പഠിക്കുന്നതിന് മുൻപ് തന്നെ അലേർട്ട്നെസ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തു ഈ ഒരു ചെറിയൊരു ആക്ടിവിറ്റിയോടെ. രണ്ടാമത് നമ്മുടെ ബ്രെയിനിനും നമ്മുടെ മനസ്സിനും വേണ്ടത് കുറച്ചും കൂടി റിലാക്സ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് വേണം. നമ്മളിങ്ങനെ വെപ്രാളം പിടിച്ചിട്ടാണ് നിങ്ങൾ പഠിക്കാനിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറേ നേരം ഇരിക്കാൻ പറ്റില്ല. നിങ്ങൾക്കിങ്ങനെ വീണ്ടും എണീറ്റ് ഇരുന്നിട്ട് വേറെ കാര്യങ്ങൾ ചെയ്യാൻ തോന്നും. അതുകൊണ്ടാണ് നമുക്ക് എല്ലാം തോന്നുന്നത്. അപ്പോൾ നമ്മുടെ മൈൻഡിനെയും നമ്മുടെ ബോഡീനെയും കുറച്ചുകൂടി റിലാക്സ്ഡ് ആക്കണം. സൈക്കോളജിക്കൽ സൈ എന്ന് പറഞ്ഞ് ഒരു സാധനം വെച്ചിട്ടാണ് വിളിക്കുന്നത്. സംഭവം ഇത്രയേ ഉള്ളൂ. നല്ലൊരു ഡീപ്പ് ബ്രെത്ത് എടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ശ്വാസം വായിൽ കൂടെ, മൗത്തിൽ കൂടെ എന്ത് ചെയ്യുക, പുറത്തേക്ക് വിടും. ഫോർ എക്സാമ്പിൾ ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ കാണുമ്പോൾ കുറച്ച് തമാശക്കായിട്ട് തോന്നും, പക്ഷേ ഇത് ആക്ച്വലി വർക്ക് ചെയ്യുന്ന സംഭവമാണ്. ഇതിൻ്റെ വേറൊരു വേരിയേഷൻ ഞാൻ പറഞ്ഞാൽ കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ടുള്ളത്, നിങ്ങൾ ഇൻഹെയിൽ ചെയ്യുമ്പോൾ 2 ടൈംസ് ആയിട്ട് ഇൻഹെയിൽ ചെയ്യുക. ഒറ്റ പ്രാവശ്യം ഇൻഹെയിൽ ചെയ്യുമ്പോൾ 2 ടൈംസ് ആയിട്ട് ഇൻഹെയിൽ ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഫുൾ എയർ നിങ്ങൾ ഉള്ളിലേക്ക് കയറ്റി, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പുറത്തേക്ക് എയർ തള്ളുക. ഈ പുറത്തേക്ക് എയർ തള്ളുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, പുറത്തേക്ക് എയർ പുറത്തേക്ക് വിടുമ്പോൾ മൗത്തിൽ കൂടെ വിടാൻ നോക്കുക. അതേസമയം അത് വളരെ സ്ലോ ആയിട്ട് കുറച്ച് സമയം എടുത്തിട്ട് ഫുൾ ബ്രെത്ത് പുറത്ത് പോകുന്ന രീതിയിൽ നിങ്ങൾ ആക്കാൻ നോക്കിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, നമ്മുടെ ബോഡിയിൽ നമ്മുടെ ഹാർട്ട് റേറ്റ് സ്ലോ ആവും, കുറച്ചും കൂടെ നമ്മുടെ മൊത്തം ന്യൂറൽ സിസ്റ്റം, നമ്മുടെ നെർവസ് സിസ്റ്റം കുറച്ചും കൂടി കാമാവും. ഇത് ആക്ച്വലി സയൻറ്റിഫിക്കലി പ്രൂവൺ ആണ്, ഞാൻ വെറുതെ വന്ന് പറയുന്നല്ല, നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. ഓക്കെ, സൈക്കോളജിക്കൽ സൈ എന്നാണ് ഇതിൻ്റെ പേര്. ഈ 2 കാര്യങ്ങൾ ചെയ്താൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്. ഇത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. കാരണം ഈ വീഡിയോ കാണുന്ന പലർക്കും എന്താണ്, അത് നല്ലൊരു ടെസ്റ്റിമോണിയലായിരിക്കും. അവർക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനം കൂടിയായിരിക്കും. സോ തീർച്ചയായിട്ടും കമൻറ്റ് ട്രൈ ചെയ്ത് നോക്കുക. ഓൾസോ മറക്കരുത്, നാളത്തെ ലൈവിൽ വന്ന് നിങ്ങളെല്ലാവരും പങ്കെടുക്കണം. എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നമുക്ക് നാളെ കാണാം.